ഗായ്സ്, ഞാൻ വൗസിന് സ്കൂളിൽ വൗസിന് വണ്ടി ഇപ്പോൾ വരുന്നുണ്ടോ വൗസിനെ വിളിക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. ഇവിടെ വൗസ് വണ്ടി ഇറങ്ങുന്ന പ്ലേസ് ഇവിടെ കേട്ടോ. 3 റോഡാ, ഞങ്ങൾ 3 കൂടി മുക്കുന്ന പറയുന്നത്. ഇവിടെ വണ്ടി വരുന്നത് അതാ കാണുന്നുണ്ട്. അവിടെ ഒരു കുഞ്ഞ് കടയുണ്ട്, കാണത്തില്ലല്ലേ? അതാ കണ്ട, അവിടെ ഒരു കുഞ്ഞ് കടയുണ്ട്, പെട്ടിക്കട, ഒരു വീടും. ഇവിടെ എത്രേ വീടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകണം, കുറച്ച് വീടൊക്കെ. പിന്നെ ഇപ്പോൾ വൗസിൻ്റെ വണ്ടി വരുന്നുണ്ട്, വരാറായി. 4 മണി കഴിഞ്ഞു. ഇപ്പോൾ 2-3 മിനിറ്റിനുള്ളിൽ വൗസിൻ്റെ വണ്ടി എത്തുന്നുണ്ടോ. ഇതാ കാണുന്നുണ്ടോ, അവിടെയാണ് 2-3 വീടുള്ളത്. പിന്നെ ഇവിടെ ഫുൾ മാവിൻ തോട്ടം. ഇവിടെ വൗസിൻ്റെ ഒറ്റയ്ക്കൊന്നും വിടാൻ പറ്റത്തില്ല, പേടിയാണ്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പോവും. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ വന്ന് വൗസിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, കാണുന്നുണ്ടോ മഴക്കാറ്? ഞാൻ കുടയൊന്നും എടുത്തില്ലായിരുന്നു, മഴ വരത്തില്ല എന്ന് പറഞ്ഞ് കുട എടുത്തില്ല. വീടെത്തിയിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു. ദൈവമേ, ഒരു ദിവസം ഇതുപോലെ പെട്ടായിരുന്നു. കുട എടുക്കാതെ വന്നാൽ ഞാനും വൗസും നനഞ്ഞും കുളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ബുക്സ് മാത്രം നനഞ്ഞില്ല, ബാഗ് അങ്ങനെ കെട്ടിപ്പിടിച്ചു. ബാക്കി ആകെപ്പാട് ഫുള്ളായി നനഞ്ഞു. ആ കാണുന്നതാണ് ഒരു കുഞ്ഞ് ഓല വീടും ഒരു കടയുണ്ടോ. പിന്നെ ഇവിടെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ആ പോകുന്ന വഴിക്ക് 2-3 വീടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ജനിച്ചിലേക്ക് പോകണമെങ്കിൽ ഒരു 3 കിലോമീറ്ററൊക്കെ പോകണം കേട്ടോ. 3 കിലോമീറ്ററൊക്കെ പോയാലേ ഇവിടുന്ന് ജനിച്ചാൽ. പക്ഷെ ഇവിടെ വലിയ സിറ്റി ഒന്നും അല്ല കേട്ടോ, ഗ്രാമപ്രദേശമാണ്. എന്നാലും അടിപൊളിയായിട്ടോ ഇവിടുത്തെ. അടിപൊളി വൈബൊക്കെ കാണാൻ. ഫുൾ പച്ചപ്പെല്ലാം കാടും ഇങ്ങനെയൊക്കെ ആയിട്ട്. എനിക്ക് ഇങ്ങനത്തെ വൈബ് ഒത്തിരി ഇഷ്ടമുണ്ടോ. എനിക്ക് സിറ്റിയേക്കാളും ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുവാനാണ് ഒത്തിരി ഇഷ്ടം. ഒത്തിരി മയിലുണ്ടാവും, കുറുക്കനുണ്ടാവും. ഇന്ന് എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ മയിൽ വന്നു ഗായ്സ്. മയിലല്ല, കുറുക്കൻ വന്നു കോഴിയെ പിടിക്കാൻ. ഈ സപ്പ് തൊട്ടോ ഞങ്ങൾ സ്കൂളിട്ട് പോകാൻ. ഇത്രയും കുട്ടികളുണ്ട് കേട്ടോ വൗസിൻ്റെ സ്റ്റോപ്പിൽ നിന്ന്. വൗസാ നടന്നുകൊണ്ടിരിക്കുന്നു. വൗസിൻ്റെ ബാഗ് ഞാൻ ഇട്ടേക്കുക. എൻ്റെ പ്ലേസിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഈ കുട്ടികളെല്ലാം പാറയിട്ടില്ല കേട്ടോ. വീട്ടിൻ്റെ അടുത്ത പ്ലേസിലുള്ള കുട്ടികൾ കേട്ടോ. ഇത്രയും അവിടെ ബസ് കയറാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഓരോ വീടുള്ളൂ. പക്ഷേ ഈ വീട്ടിലാരും പുറത്തൊന്നും വരത്തില്ല, ആരും കാണത്തില്ല. വൗസ് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ്. അപ്പോൾ തൊട്ട് നമ്മുടെ കാന്താരി എത്തിട്ടോ. കാന്താരി ഹായ് പറയൂ. ഹായ് ഹായ്, ഗുഡ് ഈവനിങ് എന്ന് പറയും. ഹായ്, ഗുഡ് ഈവനിങ്. ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ് ആൾ. വൗസിന് വയ്യാട്ടോ. വൗസിന് വയറ് ഗൈസ്. വൗസിന് സ്കൂളിലേക്ക് പോയിട്ട് വയറുവേദന എന്ന് പറയുന്നല്ലേ. നേരെ പഠിക്കാനൊന്നും പറ്റില്ല. ഇപ്പം വല്ല ഫീവർ മാറിയതേ ഉള്ളൂ. വീണ്ടും നെക്സ്റ്റ് പ്രോബ്ലം വയറുവേദന. എന്നിട്ട് ടീച്ചറോട് പറഞ്ഞായിരുന്നോ? വെള്ളം കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ടീച്ചറോട് പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറയായിരുന്നില്ലേ? ഒരുപാട് വയ്യാന്ന് വെച്ചാ ഞാൻ വന്നിട്ടുണ്ടാവല്ലോ വിളിക്കാൻ. അക്ഷര ക്ലാസ് ഉണ്ട്. ആണോ? അക്ഷര പഠിപ്പിക്കുന്ന ക്ലാസ്. അക്ഷര ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അവർക്ക് എല്ലാം ക്ലാസ് വെച്ചില്ലേ? എനിക്ക് അക്ഷരം പഠിപ്പിച്ചു ഗായ്സ്. അപ്പോൾ കേട്ടോ ഞാൻ വൗസിൻ്റെ ബാഗ് ഇട്ടേക്കും കേട്ടോ. വൗസിന് സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ വൗസിൻ്റെ ബാഗ് ഞാനായിട്ട് എടുക്കുക. എനിക്ക് നല്ല ഫീലാണ്. സ്കൂളിലേക്ക് പോകുന്നത് നല്ല വൈബാണ് കിട്ടുന്നേ. എനിക്ക് വീണ്ടും സ്കൂളിലേക്ക് പഠിക്കാൻ പോകാൻ ആഗ്രഹം തോന്നുന്നേ ഗായ്സ്. ഒന്ന് ചിരിച്ചേ. നമ്മുടെ ഗ്രൈൻഡർ കേടു വന്നു. അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്നെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് അരി ഇടാൻ പോകുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായി നിന്നായിരുന്നു. പിന്നെ ആ ചേട്ടനെ വിളിച്ചായിരുന്നു. ആ ചേട്ടനെ ചള്ളയിലാണ് വരാമെന്ന് പറഞ്ഞു ഗായ്സ്. അപ്പം നമ്മുടെ വീട് എത്താറായിട്ടോ. ഈ വീഡിയോ അതിന്റെ പേരാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണുണ്ടോ? വീണ്ടും നല്ല പുതുമുത്തും വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. വീഡിയോ ആയിട്ട് ഗൈസ്. അപ്പോൾ വൗസായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നേ. എന്നെ വൈൻഡപ്പ് ചെയ്യുന്ന വിടത്തില്ല. വൗസ എപ്പോഴും വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.